Easy വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കേറ്ററ്റ് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ സിമ്പിളായി പഠിക്കാനും മനസ്സിലാക്കുവാനും കഴിയുന്ന 2-3 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ചില മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവേ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസമുള്ളത് കൊണ്ട് ആ ഒരു സബ്ജക്റ്റ് മാറ്റി വെക്കുന്ന പ്രവണത പലപ്പോഴും കാണാറുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചു, ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗം അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഭാഗം ഈ ഒരു അവസാന നിമിഷത്തിലെങ്കിലും നിങ്ങളൊന്ന് നോക്കി പോകുക. കാരണം ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. ആ മാർക്കിൻ്റെ വില അറിയുന്നത് കേറ്ററ്റിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. ആദ്യം നമുക്കൊരു ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ഫോളോയിങ്. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് റെയിനിങ് സിൻസ് മോർണിംഗ്. Option B, it was raining since morning. Option C, it rained since morning. And option D, it has been raining since morning. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോഴാണ് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതും ഇംഗ്ലീഷിൻ്റെ പുസ്തകം അടച്ചു വെക്കാൻ തോന്നുന്നതും. ശരിയല്ലേ? കാരണം ഇങ്ങനെ ടെൻസ് വരുന്ന ഏത് ടെൻസാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ടെൻസ് തന്നെ നമ്മളിവിടെ ശരിയായ ടെൻസ് എഴുതേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആകെ ഒരു ബോറായിട്ട് തോന്നും. അതുകൊണ്ട് തൽക്കാലം ആ ടെൻസുകളൊക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. കാരണം കേറ്ററ്റിൻ്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ വേളയിൽ ചെറിയൊരു ടിപ്പിലൂടെ തന്നെ ഇത്തരം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് ഇതാണ്, സിൻസ് ഫോറിൻ്റെ ഒരു പ്രയോഗം. അത് വന്നു കഴിഞ്ഞാൽ ഏത് ടെൻസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് പറഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ടോപ്പിക് നമ്പർ 1 ഇതാണ്. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബിൻ്റെ ഫോം എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING എന്നുള്ളതാണ്. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഹാസ് ഓർ ഹാവ് നിങ്ങൾക്ക് അറിയാലോ, സിംഗുലർ പ്ലൂറൽ വ്യത്യാസത്തിലാണ് ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ പ്ലസ് ബീൻ പ്ലസ് ING. ഇതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അത് തൽക്കാലത്തേക്ക് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം സിൻസോ ഫോറോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചിട്ടുണ്ട് ആ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കണം. ഓപ്ഷനിൽ പറഞ്ഞതുപോലെ ഹാസ് പ്ലസ് ബീൻ പ്ലസ് INGയോ അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് INGയോ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ അവിടെ ഓപ്ഷനിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഉണ്ടോ എന്ന് നോക്കാം. അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നോട് പറയാണ്, ഒരു സെൻറ്റൻസിൻ്റെ അവസാനം സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഉണ്ടാകും. അതല്ലെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം, വെർബിൻ്റെ V3 ഫോം ഉണ്ടാകും. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഉണ്ടാകും, ഉറപ്പാണ്. അപ്പോൾ അതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. V3 ഫോം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, V1, V2, V3 ഫോമിൻ്റെ പ്രധാനപ്പെട്ട വെർബ്സിൻ്റെ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലത് മാറ്റങ്ങൾ വരും, ചിലത് അങ്ങനെ തന്നെ ആയിരിക്കും, മീഡിയൊക്കെ ചേർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ആ മാറ്റം അറിയണമെങ്കിൽ അത് കുറച്ച് വെർബെങ്കിലും നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചേ പറ്റൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സിൻസ് ഫോറിൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അല്ലേ, ഞാൻ ക്വസ്റ്റ്യൻ വീണ്ടും വായിച്ച് സമയം കളയുന്നില്ല. ഇവിടെ സിൻസ് ഉണ്ട്. അപ്പോൾ സിൻസ് ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏത് ഫോം ഉണ്ടോ എന്ന് നോക്കുന്ന പറഞ്ഞത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING, വെർബിൻ്റെ ING ഫോം ഉണ്ടോ? യെസ് ഉണ്ട്. ഓപ്ഷൻ ഡി, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ് അല്ലേ, അതിനകത്ത് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആയല്ലോ? എങ്കിൽ ഇതിൻ്റെ 1-2 മോഡൽ ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, യു ഡാഷ് ഫുട്ബോൾ ഫോർ 8 years. ഓപ്ഷൻ എ വാസ് പ്ലേഡ്. ഓപ്ഷൻ ബി ഈസ് പ്ലേയിങ്. ഓപ്ഷൻ സി ഹാവ് പ്ലേഡ്. ഓപ്ഷൻ ഡി പ്ലേഡ്. ഇവിടെ 4 ആണ് വന്നിട്ടുള്ളത്. സിൻസും ഫോറും ഈ നിയമം സെയിം ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കുക. 4 ആണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഇല്ല, ബീൻ ഇല്ല. ബീൻ നിങ്ങൾക്ക് അറിയാലോ,
ബീൻ തന്നെ ഈ ഓപ്ഷനിലില്ല. അപ്പോൾ പിന്നെ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോമാണ് അല്ലേ? ഇവിടെ ഹാവിൻ്റെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ് V3 ഫോം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാവ് പ്ലേഡ്. യു ഹാവ് പ്ലേഡ് ഫുട്ബോൾ ഫോർ 8 years എന്നുള്ളതാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു ചോദ്യത്തിൽ കൊണ്ട് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഷീ ഡാഷ് TV for 6 hours. ഓപ്ഷൻ എ ഈസ് വാച്ചിങ്, ഓപ്ഷൻ ബി ഹാസ് ബീൻ വാച്ചിങ്, ഓപ്ഷൻ സി ഈസ് വാച്ച്ഡ്, ഓപ്ഷൻ ഡി വാച്ച്ഡ്. കിട്ടിയിട്ടുണ്ടാവുമല്ലോ. 4 വന്നിട്ടുണ്ട്, സെൻറ്റൻസിൻ്റെ ലാസ്റ്റാണ്. അങ്ങനെയാണ് എങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബീൻ എന്നുള്ള വെർബിൻ്റെ ഫോം ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടല്ലോ, ഉണ്ട്. ഓപ്ഷൻ ബി ആണ് അല്ലേ? ഷീ ഹാസ് ബീൻ വാച്ചിങ് TV for 6 hours എന്നുള്ളതാണ്. അത് ബീൻ്റെ ഫോമില്ലെങ്കിൽ മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം എന്നങ്ങ് നോക്കേണ്ടത് കേട്ടോ. അതിനകത്ത് ഏതെങ്കിലും ഒരു ഫോം അതിനകത്ത് ഉണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, പഠിച്ചെന്ന് കരുതുന്നു. എങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ടോപ്പിക് നമ്പർ 2 സ്റ്റാർട്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനിലാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ദ ഫോൺ? ഓപ്ഷൻ എ യൂസ്, ഓപ്ഷൻ ബി യൂസിങ്, ഓപ്ഷൻ സി യൂസ്ഡ്, ഓപ്ഷൻ ഡി ഈസ് യൂസിങ്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ നമ്മൾ വേറൊരു സംഭവം പഠിച്ചിരുന്നു. വുഡ് യു മൈൻഡ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വേർബിന് ING ഫോമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വുഡ് യു മൈൻഡ് കഴിഞ്ഞതിന് ശേഷം വരുന്ന വെർബ് ING ഫോമാണ് എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് വരികയും ഇഫിന് ശേഷമാണ് വെർബ് വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ വെർബിൻ്റെ V2 ഫോമാണ് യൂസ് ചെയ്യുന്നത്. V2 ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ED വരുന്ന ആ ഫോം, എല്ലാത്തിനും ED അല്ല കേട്ടോ, എന്നാലും ED വരുന്ന ഭൂരിഭാഗം ED വരുന്ന ഫോമാണ്. ED വരാത്ത ഫോമുകളും V2 ഫോമുകളായിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. വുഡ് യു മൈൻഡിന് ശേഷം വെർബ് വരികയാണെങ്കിൽ ആ വെർബിന് ING ഫോമും, വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് വന്ന് ഇഫിന് ശേഷമാണ് വെർബ് വരുന്നതെങ്കിൽ V2 ഫോമും ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, യൂസ്ഡ് അല്ലേ? ഓക്കെ, അപ്പോൾ മാറിപ്പോകരുത്. വുഡ് യു മൈൻഡ് കാണുമ്പോൾ തന്നെ ING ഫോം എടുത്ത് വെക്കരുത്. അവിടെ പറഞ്ഞതുപോലെ ഇഫ് ഉണ്ടോ അതിനുശേഷമാണോ വെർബിൻ്റെ ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ V2 ഫോം അത് മനസ്സിലേക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. ഓക്കെ, എങ്കിൽ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ? ഓപ്ഷൻ എ ക്ലോസിങ്, ഓപ്ഷൻ ബി ക്ലോസ്ഡ്, ഓപ്ഷൻ സി ക്ലോസ്, ഓപ്ഷൻ ഡി ഈസ് ക്ലോസിങ്. ഏതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ആൻസർ അല്ലേ? വുഡ് യു മൈൻഡ് ആണ്, അതിനുശേഷം വേറെ ഇഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നേരിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ING ഫോമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ക്ലോസിങ്. വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ എന്നുള്ളതാണ്. കിട്ടിക്കാണും, എനിക്കറിയാം. ടോപ്പിക് നമ്പർ 3 മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. നോ സൂണർ ഹാഡ് ദേ കംപ്ലീറ്റ് ദ വർക്ക് ഡാഷ് ദേ ഡിമാൻഡ് ദ വേജസ്. ആ നോ സൂണർ കണ്ടൊരു T, അത് മിസ്റ്റേക്കാണ്. ഓപ്ഷൻ എ ദാറ്റ്, ഓപ്ഷൻ ബി ദാൻ, ഓപ്ഷൻ സി ദെൻ, ഓപ്ഷൻ ഡി വെൻ. ഇവിടെ ഏതാണ്? ഇവിടെ നോ സൂണർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ക്ലോസിൽ കൺജക്ഷനായിട്ട് വരുന്നത് ദാൻ ആയിരിക്കും. അതോർത്ത് വെക്കുക. അതാണ് നമ്മൾ ടോപ്പിക് നമ്പർ 3 പഠിക്കുന്നത്. നോ സൂണറിൻ്റെ ഉപയോഗം, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ വെർബാണ് യൂസ് ചെയ്യുന്നത്, അതിൽ വരുന്ന കൺജക്ഷൻ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായല്ലോ. നോ സൂണർ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്ലോസിൽ ദാൻ ആണ് വരുന്നത്. ദെൻ അല്ല കേട്ടോ, ഓപ്ഷൻ ബി ആണ്, THAN എന്നുള്ളതാണ്. അപ്പോൾ അത് മറക്കണ്ട. ഒന്നുകൂടി പറയുന്നു, നോ സൂണർ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്ലോസിൽ ദാൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഹാഡ്ലി, സ്കേഴ്സ്ലി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരുമെന്നാണ് പഠിച്ചത്? കൺജക്ഷനായിട്ട് എന്ത് വരും? അവിടെ വെൻ വരും. അവിടെ വെന്നാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ ദാൻ ആണ്. രണ്ടും മാറിപ്പോകണ്ട. ഇനി നോ സൂണറിനെ പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം വെർബിൻ്റെ ഏത് ഫോം വരും എന്നുള്ളതാണ്. നോ സൂണറിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അതായത് ഒരു വെർബ് ചെയ്ത ഉടനെ അടുത്ത വെർബ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിനാണ് നോ സൂണർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോ സൂണർ ഹാഡ് ദേ കംപ്ലീറ്റ് ദ വർക്ക്, അവർ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഉടനെ ദാൻ ദേ ഡിമാൻഡ് ദ വേജസ്, അവർ കൂലി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വേർബ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത വേർബ് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ പറയുന്നതിനാണ് നോ സൂണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏത് വെർബിൻ്റെ ഫോമാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നോ സൂണർ കഴിഞ്ഞിട്ട് ഹാഡ് വരികയാണ് എങ്കിൽ
അവിടെ വെർബിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഹാഡ് വരികയാണെങ്കിൽ ഇവിടെ ഹാഡ് വന്നിട്ടുണ്ട് ഈ എക്സാമ്പിളിൽ തന്നെ. അവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെർബിൻ്റെ ഫോം യൂസ് ചെയ്തു. എന്നാൽ ഡിഡാണ് വരുന്നത് എങ്കിൽ അവിടെ V1 ഫോമാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ? അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നോ സൂണർ കഴിഞ്ഞ് ഹാഡാണ് വരുന്നതെങ്കിൽ അതിനുശേഷം V3 ഫോമും, നോ സൂണർ കഴിഞ്ഞ് ഡിഡാണ് വരുന്നതെങ്കിൽ അതിനുശേഷം വരുന്ന വെർബിന് V1 ഫോമും എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോ സൂണർ ഹാഡ് ദ ടീച്ചർ എൻ്റേർഡ് ദ ക്ലാസ് റൂം ദാൻ ദ സ്റ്റുഡൻസ് സ്റ്റുഡ് അപ്പ്. കണ്ടോ, അവിടെ ഹാഡ് വന്നതിന് ശേഷം എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? എൻ്റേർഡ് എന്ന് പറഞ്ഞിട്ടാണ്. ആ ഫോമാണ്, V3 ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അടുത്ത താഴെയുള്ള ഉദാഹരണം നോക്കൂ. നോ സൂണർ ഡിഡ് ദ ടീച്ചർ എൻ്റർ ദ ക്ലാസ് ദാൻ ദ സ്റ്റുഡൻസ് സ്റ്റുഡ് അപ്പ്. അവിടെ ഡിഡ് വന്നപ്പോൾ എൻ്റർ എന്നുള്ളതാണ്, V1 ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക കേട്ടോ. ഒന്നുകൂടി പറയുന്നു. നോ സൂണർ വന്ന് ഹാഡിന് ശേഷം V3 ഫോമും, നോ സൂണറിന് ഡിഡ് വന്നതിന് ശേഷം V1 ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ അടുത്ത ക്ലോസിൽ ദാൻ എന്നുള്ളത് യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ടോപ്പിക് 3 പഠിച്ചു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് വിചാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇംഗ്ലീഷിനെ പാടെ ഉപേക്ഷിച്ച് കളയരുതെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. എന്തായിരുന്നാലും ഇത്തരം ചെറിയ ചെറിയ സിമ്പിളും ട്രിക്സിലൂടെയൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. പുതിയ വീഡിയോയുമായി പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.